തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകും വെച്ചാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് പറയാനുള്ളത് ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ളതാണ്. ആനയെ അല്പം മുമ്പ് വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചു കഴിഞ്ഞു. ആന മയങ്ങിയാൽ ഉടൻ ചികിത്സ ആരംഭിക്കും. അതിനുള്ള നടപടികൾ ഇപ്പോൾ വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കാലടി അതിരപ്പള്ളിക്ക് സമീപമുള്ള കാലടി പ്ലാന്റേഷനിലെ കല്ലാല എസ്റ്റേറ്റിലെ 8ാം ബ്ലോക്കിലാണ് എരുമത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആനയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലിന് പുറകിൽ അമരത്തിന്റെ ഭാഗത്തായി വലിയ മുറിവേറ്റ നിലയിൽ, പരിക്കേറ്റ നിലയിൽ, നിലയുറപ്പിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. ഈ വിവരം ആ സമയത്ത് തന്നെ ഏകദേശം ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ ഈ ആനയെ കണ്ടതെന്നാണ് പറയുന്നത്. ആ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആനയെ ചികിത്സിക്കാനുള്ള നടപടികൾ എടുത്തില്ല എന്നൊരു ആരോപണം കൂടി ഈ പ്രദേശത്തുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ തന്നെ സംഘം എത്തി, ഡോക്ടർമാരുടെ സംഘം എത്തി ആനയെ പരിശോധിച്ചപ്പോൾ മുറിവ് സ്വാഭാവികമായി ഉണങ്ങുന്നതാണ് എന്നുള്ളൊരു നിഗമനത്തിലെത്തി വനംവകുപ്പ് സംഘം അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷെ ഇന്ന് വീണ്ടും ആനയെ വലിയ അവശ നിലയിൽ കണ്ടെത്തി. ഈ എരുമത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് തോട്ടിൽ നിലയുറപ്പിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെയാണ് വനംവകുപ്പ് ഇതിനെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ വനംവകുപ്പ് സംഘം, ഡോക്ടർമാരും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ഈ എരുമത്തടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ആന ഈ പ്രദേശത്ത് നിന്നും മാറിയിരുന്നു. ഇവരുടെ നിരീക്ഷണ വലയത്തിൽ നിന്നും ആന പുറത്തു പോയിരുന്നു. പിന്നീട് വീണ്ടും ആനയെ തേടിയുള്ള അന്വേഷണം ഈ പ്രദേശത്ത് തന്നെ വനംവകുപ്പ് സംഘം തുടർന്നു. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ആനയെ കണ്ടെത്തുന്നതും ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആനയെ ചികിത്സ അല്പസമയത്തിനകം ആരംഭിക്കും. മുറിവിൽ പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പെല്ലാം എടുത്തു കളഞ്ഞ് മരുന്ന് വെച്ച് ഒക്കെ ശേഷമായിരിക്കും ഈ ആനയെ വീണ്ടും തിരികെ കാട്ടിലേക്ക് അയക്കുക. തുടർ ചികിത്സ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വനംവകുപ്പ് പിന്നീട് ആലോചിക്കും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആനയെ കോളനാട് പോലുള്ള സ്ഥലത്തേക്ക് എത്തിച്ച് തുടർ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പ് മുന്നോട്ട് പോകും. നമുക്കറിയാം 7 മാസങ്ങൾക്ക് മുൻപാണ് ഇതേ പ്രദേശത്ത് തന്നെ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഒരു ആനയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഡോക്ടർ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള വയനാട് നിന്നുള്ള വലിയൊരു സംഘം എത്തി ആ ആനയെ മയക്കുവെടി വെച്ച് കോടനാട് എത്തിച്ച് ചികിത്സ നടത്തിയ ആന ചെറിയൊരു ഘട്ടത്തിലേക്ക് എത്തി. അതിനെതിരെ വനംവകുപ്പിനെതിരെ വലിയൊരു വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ആനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാലിൽ മുറിവേറ്റ ആനയുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇപ്പോൾ വനംവകുപ്പ് ഈ നിമിഷം വരെയും വിട്ടിട്ട് വിടാഞ്ഞത്. മുറിവിന്റെ ആഴം, ചികിത്സാ രീതി എന്നത് ഉൾപ്പെടെ കാര്യങ്ങളൊന്നും ഈ സമയം വരെയും വനംവകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്ന സമയത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ കൈമാറാനായി വാട്സപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ ആനയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു ഗ്രൂപ്പ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകുകയോ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയോ ഒന്നും ഈ നിമിഷം വരെയും വനംവകുപ്പ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ലഭിച്ചുള്ള വിവരം അനുസരിച്ച് ആനയെ അല്പം മുമ്പ് മയക്കുവെടി വെച്ചു ചികിത്സാ നടപടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. ശരി അനീഷ്, തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ചികിത്സ ആരംഭിക്കും. അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ ആനയ്ക്കാണ് ആ ചികിത്സ നൽകുന്നത്. വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ആനയെ ചികിത്സിക്കുക. ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച ശേഷമായിരിക്കും ആനയെ പിടികൂടി ചികിത്സ നൽകുക. ആനയുടെ ഇടത്തെ പിൻകാലിനാണ് മുറിവേറ്റത്. നിലവിൽ പ്ലാന്റേഷൻ ഭാഗത്ത് എരുമത്തടത്താണ് ആനയുള്ളത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.